തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നും അടുത്തുള്ള പൊന്നര ശ്രീധർ പാർക്കിലുമൊക്കെ നിരവധി ആൾക്കാരാണ് തലചായ്ക്കാനായിട്ട് എത്തുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും. അരുൺ, നമ്മൾ കൊച്ചിയിലെ കാഴ്ച കണ്ടു, കോഴിക്കോട്ടെ കാഴ്ച കണ്ടു, തിരുവനന്തപുരത്തെ തെരുവു മനുഷ്യരുടെ കാഴ്ചകൾ എന്താണല്ലോ ഈ രാത്രി? അരുൺ, പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് തിരുവനന്തപുരത്ത് അന്തി ഉറങ്ങുന്ന മനുഷ്യന്മാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 10-11 മണിയോടുകൂടിയാണ് ഈ പൊന്നര ശ്രീധർ പാർക്കിൽ ആളുകൾ എത്തി തുടങ്ങുക. നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു 3-4 പേരേ ഉള്ളൂ. പ്രധാനമായും തിരുവനന്തപുരത്തെ ഹൃദയഭാഗമായ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് ടെർമിനലിനും സമീപമാണ് ഈ പാർക്കുള്ളത്. ഈ പാർക്കിൽ വന്ന് സ്ഥിരമായിട്ട് ഉറങ്ങുന്നവർക്ക് പുറമെ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഉറങ്ങുന്നവരുമുണ്ട്. അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് നിലവിൽ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ പലരും ഇവിടെ നിന്നും ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി അവർ പറയുന്നുണ്ട്. ഈ പാർക്ക് ഏറെ സുരക്ഷിതമല്ല, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിലെ ഒരു സർക്കിളാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. അത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, അത്രയും വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, എത്ര നാളായി ഇവിടെ? എത്ര നാളായി ഇവിടെ വന്നിട്ട്? 2 കൊല്ലമായി. 2 കൊല്ലമായി. എവിടെയാണ് സ്വന്തം നാട്? എവിടെയാ? എരമല്ലൂർ. ആലപ്പുഴ ജില്ലയാണോ? ജില്ല. ഓക്കെ. എന്താ വീടൊന്നുമില്ലേ? വീടും സ്ഥലമൊന്നുമില്ല? കുടുംബമൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ടില്ല. എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെയാണ് ഒരു ദിവസം? ഇവിടെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരും, അങ്ങനെ കഴിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ കിടക്കുന്നവർ സേഫ് ആണോ? നിറയെ വണ്ടിയും വാഹനങ്ങളും എപ്പോഴും പോകുന്നതല്ലേ ചുറ്റും? എന്നാലും ഇവിടെ വന്ന് കിടന്നാലും പോലീസുകാർ കിടത്തില്ല, ഓട്ടിക്കും. അവിടെയൊക്കെ പോയി കിടക്കുമ്പോൾ അവിടെ നിന്ന് പറയും. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും, അവിടെ നിന്ന് അടിച്ചു പായിക്കും. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോകും. ബസ് സ്റ്റോപ്പിൽ പോയാലും അവിടെ നിന്നും അടിച്ചു പായിക്കും. ഇവിടെ ഈ പാർക്കിൽ വരിക അല്ലേ? പാർക്ക് വരും, ഇവിടെ നിന്ന് ഓട്ടിക്കും. അപ്പോൾ വേറെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കും, അത്രേ ഉള്ളൂ. അതായത് ഒരു ദിവസം നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല? നേരെ ഉറങ്ങാൻ പറ്റില്ല. അതന്നെ. ചേട്ടാ, എന്താ ഊര്? തെൻകാശി മാവട്ടം. തെൻകാശി മാവട്ടം. മാവട്ടെ, എന്താ കറക്റ്റ് പ്ലേസ്? ആൽവാർകുറിച്ചി പോസ്റ്റ്. അൽവാൾമൊഴി, ആൽവാൾകുറിച്ചി, അംബാസമുദ്രം. ഓക്കെ. എവിടെ നാളാച്ചു ഇവിടെ? ഇവിടെ വന്ന് 10 വർഷം 15 വർഷമായി. 15 വർഷം இருக்கு. என்ன வேலை என்ன? പ്ലേറ്റ് വാഷിംഗ്. ഹോട്ടലിൽ പ്ലേറ്റ് വാഷിംഗാ? കിട്ടും. ഒരു ദിവസം കിട്ടില്ല. അയ്യപ്പ കോയിലിൽ സാപ്പിടും. അയ്യപ്പ. ഓക്കെ. അവിടെ 12:30 സാപ്പാട്. അയ്യപ്പ കോവിലിൽ പോയി സാപ്പിടും. അരുൺ, ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ഇന്നിപ്പോൾ ആള് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നമ്മളിവിടെ തൊട്ടു മുന്നിലൂടെ വാഹനങ്ങൾ പോവുകയാണ്. മധ്യലഹരിയിലൊക്കെ വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ അന്ന് സംഭവിച്ചതുപോലെ ഇവരുടെയൊക്കെ ജീവൻ അത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്താണ് ഈ മനുഷ്യർ കിടന്നുറങ്ങുന്നത്. അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്ന്. ഒന്ന് നോക്കൂ, 2-3 വർഷമായവർ, 10-15 വർഷമായി ഇങ്ങനെ തെരുവിടങ്ങളിൽ കിടന്ന് കഴിയുന്നവർ, ഒരു രാത്രിയിൽ സുഖമായി 2-3 മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയാതെ പോലീസിൻ്റെ മർദ്ദനമേറ്റും പോലീസ് ഭീഷണിപ്പെടുത്തിയും പല സ്ഥലങ്ങളിലേക്ക് കാട്ടിപ്പായിച്ചു വിടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. വഴിയോര ജീവിതങ്ങൾ സുരക്ഷിതമാണോ എന്നാണ് റിപ്പോർട്ടർ TV ഈ രാത്രി ലൈവാത്തോളിലൂടെ പരിശോധിക്കുന്നത്. നമ്മൾ 3 നഗരങ്ങളിലെയും കാഴ്ചകൾ കണ്ടു.